ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 4. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കഞ്ഞിയിൽ കേന്ദ്രം മണ്ണിടരുത്. ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ ഒന്നാം UPA സർക്കാർ 2005 നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നും പാവപ്പെട്ടവർക്കൊപ്പമുള്ള ഇടതുപക്ഷത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായാണ് ഇതിനുള്ള നിയമം പാർലമെന്റ് പാസാക്കിയത്. ഗ്രാമങ്ങളിലെ കുടുംബങ്ങൾക്ക് വർഷം 100 ദിവസമെങ്കിലും തൊഴിലുറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയെ ദുർബലമാക്കാനാണ് BJP സർക്കാർ എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടി ഫലമായാണ് ആഗോള പട്ടിണി സൂചികയിലും മറ്റും രാജ്യം ഓരോ വർഷവും പിറകോട്ടു പോകുന്നത്. ദരിദ്രരോട് അല്പം പോലും കരുതലില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളുടെ തുടർച്ചയിൽ പുതിയതാണ് തൊഴിലുറപ്പ് വേതനം ആധാർ അടിസ്ഥിത സംവിധാനത്തിലൂടെ ആക്കിയത്. ഇതിന്റെ ഫലമായി ഗ്രാമീണ ജനതയിൽ കോടിക്കണക്കിന് ആളുകൾക്കാണ് കുറഞ്ഞ കൂലിയെങ്കിലുമുള്ള തൊഴിലിന് അവകാശം നിഷേധിക്കപ്പെടുന്നത്. തൊഴിലാളി വിരുദ്ധമെന്ന് വിമർശനമുയർന്നതിനെ തുടർന്ന് 5 തവണ നീട്ടിവെക്കാൻ നിർബന്ധിതമായ തീരുമാനം പുതുവർഷ ദിവസം മുതലാണ് മോദി സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. തൊഴിലുറപ്പ് വേതനം ആധാർ അധിഷ്ഠിതമാക്കുമ്പോൾ തൊഴിലാളിയുടെ 12 അക്ക ആധാർ നമ്പറാണ് സാമ്പത്തിക വിലാസമായി ഉപയോഗിക്കുക. വേതനം ലഭിക്കണമെങ്കിൽ തൊഴിലാളിയുടെ ആധാർ വിവരം തൊഴിൽ കാർഡിൽ ചേർക്കണം. ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുകയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആധാർ മാപ്പ് ചെയ്യുകയും വേണം. എന്നാൽ കഴിഞ്ഞ ഡിസംബർ 27 വരെയുള്ള കണക്കനുസരിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 1/3 പേരും ABPBSന് പുറത്താണെന്ന് ഗ്രാമവികസന മന്ത്രാലയം വ്യക്തമാക്കുന്നു. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 25.25 കോടി തൊഴിലാളികളിലെ 34.8% പേരാണ് പുറത്താവുന്നത്. പദ്ധതിയിൽ സജീവമായുള്ള 14.35 കോടി തൊഴിലാളികളിൽ 12.7% പേരും പുറത്തായവരിൽ ഉൾപ്പെടും. കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം മൂലം കോടിക്കണക്കിന് കാർഡുകൾ സംസ്ഥാന സർക്കാരുകൾ റദ്ദാക്കിയതായാണ് വിവരം. 21 മാസത്തിനിടെ 7.6 കോടി തൊഴിലാളികൾ പദ്ധതിക്ക് പുറത്തായെന്നാണ് അക്കാദമിക് വിദഗ്ധരുടെയും ആക്ടിവിസ്റ്റുകളുടെയും കൂട്ടായ്മയായ ലിപ്ടെക് ഇന്ത്യ കണക്കാക്കുന്നത്. ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ വലിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയേക്കാൾ അധികം വരും ഈ എണ്ണം എന്നോർക്കുക. ഇത്രയധികം ആളുകളെ ഒറ്റയടിക്ക് ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുന്ന ഒരു നടപടി വേറെ ഉണ്ടാവാനിടയില്ല. ജനങ്ങളെയാകെ കണ്ണീര് കുടിപ്പിച്ച മോദി സർക്കാരിന്റെ നോട്ട് നിരോധനത്തോടെയേ ഇതിനെ ഉപമിക്കാനാവൂ. കോടിക്കണക്കിന് തൊഴിലാളികളെ പദ്ധതിക്ക് പുറത്താക്കുമ്പോൾ ഏറ്റവും ബാധിക്കുന്നത് ഗ്രാമീണ സ്ത്രീകളെയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 58% സ്ത്രീകളാണ്. ജനങ്ങളിൽ വലിയ വിഭാഗം ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങളുള്ളത്. ഗ്രാമങ്ങളിലെ മോശം ഇന്റർനെറ്റ് ബന്ധം പോലെയുള്ള കാരണങ്ങളാൽ ആധാർ വിവരം ചേർക്കാനാവാതെയാണ് പലരും പദ്ധതിക്ക് പുറത്താവുന്നത്. തൊഴിലാളികളുടെ നിയമപരമായ അവകാശങ്ങൾ പോലും ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളടക്കം ആയുധമാക്കി മോദി സർക്കാർ അട്ടിമറക്കുകയാണ്. 100 ദിവസമെങ്കിലും തൊഴിൽ നൽകാനാണ് തൊഴിലുറപ്പ് നിയമം വിഭാവനം ചെയ്യുന്നതെങ്കിലും 2016-17 മുതൽ 10% താഴെ കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇത്രയും തൊഴിൽ ലഭിച്ചത്. കഴിഞ്ഞ വർഷം ശരാശരി 42 ദിവസമാണ് ഒരു കുടുംബത്തിന് തൊഴിൽ ലഭിച്ചത്. 5 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ തൊഴിൽ ലഭ്യതയാണിത്. പദ്ധതിക്ക് ആവശ്യമായതിന്റെ പകുതി പണം പോലും ബജറ്റിൽ അനുവദിക്കാറില്ല. കൂലി ഇനത്തിൽ സംസ്ഥാനങ്ങൾക്ക് പണം കൈമാറുന്നതിൽ വലിയ കാലതാമസം വരുത്തുന്നത് എന്നതും ആക്ഷേപത്തിനിടയാക്കാറുണ്ട്. യഥാസമയം കൂലി നൽകുന്നു എന്നുറപ്പാക്കണമെന്ന് 2016 സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ ഈ പദ്ധതി വലിയ പങ്കു വഹിക്കുന്നു എന്ന് കോവിഡ് കാലത്ത് തെളിഞ്ഞതാണ്. അന്ന് അടച്ചിടൽ മൂലം സ്വന്തം നാടുകളിലേക്ക് മടങ്ങേണ്ടി വന്ന ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾക്ക് അല്പമെങ്കിലും വരുമാനം ലഭിച്ചത് തൊഴിലുറപ്പ് ജോലിയിലൂടെയാണ്. ഗ്രാമീണരുടെയും സ്ത്രീകളുടെയും മറ്റും കാര്യത്തിൽ പൊള്ളയായ വാചമടികൾ അവസാനിപ്പിച്ച് തൊഴിലുറപ്പ് പദ്ധതി വിപുലമാക്കി അവർക്ക് ആശ്വാസം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. അതിന് സാധാരണ ജനങ്ങളോടുള്ള ശത്രുതാപരമായ നിലപാട് അവസാനിപ്പിക്കണം.